ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കൈpunyam. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഉഴുന്നുവടയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട എങ്ങനെയാണ് ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാൻ ഇന്നിവിടെ 1 കപ്പ് ഉഴുന്ന് 2 മണിക്കൂർ വെള്ളത്തിൽ കുതിർക്കാനിട്ടിട്ടുണ്ട്. കുതിർത്തതിന് ശേഷം അത് വെള്ളമെല്ലാം വടിച്ചിട്ട് നമുക്കൊരു ഗ്രൈൻഡറിലോ മിക്സിയിലോ ഇട്ട് ആട്ടാം. വെള്ളം ഒട്ടും ചേർക്കാൻ പാടില്ല. മാവ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാനൊരു പച്ചമുളക് അരിഞ്ഞതും 3 ചെറിയ ഉള്ളി അരിഞ്ഞതും 1 കഷ്ണം ഇഞ്ചി അരിഞ്ഞതും കുറച്ച് കരിയാപ്പിലയും പിന്നെ ഒരു 5-6 കുരുമുളകും ഇട്ട് കൊടുക്കണം. ഇട്ട് കൊടുത്തിട്ട് ഇൻഗ്രീഡിയൻസ് എല്ലാം നല്ല ഒന്ന് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 2 നിമിഷം ഈ മാവ് നല്ല കൈകൊണ്ട് കുഴച്ചെടുക്കണം. അങ്ങനെ കുഴച്ചെടുത്താലേ ഉഴുന്നുവട നമുക്ക് നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയുള്ളൂ. ഇനി നമുക്ക് ഇത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം. ഉഴുന്നുവടയുടെ ഷേപ്പിൽ എങ്ങനെയാണ് നമ്മളിത് എടുക്കുന്നത് നോക്കാം. ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൈ അതിനകത്ത് മുക്കിയിട്ട് ഇങ്ങനെ മാവെടുത്ത് ഉരുട്ടി തള്ളവിരൽ കൊണ്ട് ഒരു നടുവിലൊരു ഹോൾ ഇട്ട് കൊടുക്കണം. കണ്ടോ, കറക്റ്റ് ഉഴുന്നുവടയുടെ ഷേപ്പിന് വന്നിട്ടുണ്ട്. കൈ നല്ല വെള്ളത്തിൽ മുക്കിയിട്ട് മാവെടുത്ത് ഇങ്ങനെ ഉരുട്ടി അതിൻ്റെ നടുവിലൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒരു ഇലയിലോ ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലോ നല്ല എണ്ണ തടവിയിട്ട് അതിനകത്ത് ഈ മാവ് വെച്ച് പരത്തിയിട്ട് ഒരു ഹോൾ ഇട്ട് കൊടുത്താൽ മതിയാവുന്നതാണ്. മാവിൽ വെള്ളം ഒരുപാട് കൂടിയെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെ പരത്താൻ വരത്തില്ല. അത് കയ്യിലെല്ലാം ഒട്ടിപ്പിടിക്കും. അതുകൊണ്ട് വെള്ളം ഒട്ടും ഒഴിക്കാതെ വേണം ഉഴുന്നാട്ടിയെടുക്കാൻ. ഒരു സൈഡ് നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തിരിച്ചിടാം. 2 സൈഡും നല്ല ചുമന്ന് കളറിൽ വരണം. തീ ഒരുപാട് കൂട്ടി വെക്കരുത്. ഒരു മീഡിയം ലെവലിൽ വെച്ചത് വേണം വേവിക്കാൻ. ഇല്ലെങ്കിൽ മേൽഭാഗം കരിഞ്ഞ് അകത്ത് വേകാതെയും വരും. 2 സൈഡും നല്ല ചുമന്ന് വന്നിട്ടുണ്ട്. നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റിയെടുക്കാം. അതേപോലെ ബാക്കിയുള്ള മാവിലും നമ്മൾ ഉഴുന്നുവട പൊരിച്ചെടുക്കാം. ഫസ്റ്റ് ചെയ്യുമ്പോൾ ഒരുമാതിരി ഷേപ്പ് വരത്തില്ല. 2-3 എണ്ണം ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വരും. നിങ്ങൾ ചെയ്ത് നോക്കണം. അങ്ങനെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കണ്ടോ, വട നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴേ വായിൽ വെള്ളം വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം. ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും കമൻറ്റ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇടണം. താങ്ക് യു.